നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഏറെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. പോക്സോ നിയമം. ബാല്യത്തിന്റെ നിഷ്കളങ്കതയ്ക്കുമേൽ ആസക്തിയോടെ ചെയ്യുന്ന ക്രൂരതകൾക്ക് നൽകുന്ന ശിക്ഷയും അതോടൊപ്പം തന്നെ ബാല്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിയമമാണ് പോക്സോ നിയമം. പണ്ടൊരിക്കൽ നെൽസൺ മണ്ടേല പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ്: നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഭാവിയാണ്, നമ്മുടെ സമ്പത്താണ്. അവർ നേരിടുന്ന അതിക്രമങ്ങൾ ഒരു രാജ്യത്തെ തന്നെ ശിഥിലമാക്കും. അതുമാത്രമല്ല, അവർക്ക് ഭയമില്ലാത്ത, ആക്രമണങ്ങളില്ലാത്ത ഒരു ജീവിതം ഒരുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ശിശു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും നമ്മുടെ കുഞ്ഞുങ്ങളെ കരുതലോടെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന നിയമമായ പോക്സോ നിയമത്തെ പറ്റിയുള്ള ഇന്നത്തെ ചർച്ചയിൽ അതിഥിയായി നമ്മോടൊപ്പമുള്ളത് അഡ്വക്കേറ്റ് വിജയ് മോഹൻ RS, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, ഫാസ്റ്റ് സ്പെഷ്യൽ കോർട്ട്, തിരുവനന്തപുരം. നമസ്കാരം സർ, സ്വാഗതം സാമൂഹ്യ പാഠത്തിലേക്ക്. നമസ്കാരം സർ. ഇപ്പോൾ ഒരുപാട് ചർച്ചകൾക്ക് കാരണമാകുന്ന ഒരു നിയമമാണ് പോക്സോ നിയമം എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ എന്താണ് പോക്സോ നിയമം? എങ്ങനെ നമുക്ക് ഈ ഒരു നിയമത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കും? നമ്മൾ പറയുന്ന പോലെ വളരെ ഒരു അവർണ പറഞ്ഞതുപോലെ വളരെ ഒരു വല്ലാത്ത ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ നമ്മുടെ കുട്ടികൾ ഒട്ടും പ്രൊട്ടക്റ്റഡ് അല്ല എന്ന ഒരു സമീപനം അടുത്ത കാലത്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കുട്ടി വെദർ അവർ ചിൽഡ്രൻസ് ആർ പ്രൊട്ടക്റ്റഡ് ഓർ നോട്ട്. ഇപ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുള്ളത് ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് മാൻ എന്നാണ്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ എല്ലാ ഭരണകൂടങ്ങളും വളരെയധികം ശ്രദ്ധാലുവാണ്. ദേ ആർ കെയർഫുൾ ബിക്കോസ് ദേ ആർ ദ യൂത്ത്, ദേ ആർ ടുമോറോ അവരുടെ കയ്യിലാണ്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ കാലിക പ്രസക്തിയായിട്ട് ഇപ്പം പറയുന്നത്. ഇപ്പോൾ പണ്ടേ ഉള്ള സംഭവമാണെന്ന് കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, ദേ ആർ ബീൻ അബ്യൂസ്ഡ്. പക്ഷേ അപ്പോഴൊക്കെ ഈ അബ്യൂസ് എത്രത്തോളം പുറത്തു വന്നിട്ടുണ്ട് എന്ന കാര്യം വളരെ സംശയമാണ്. പണ്ടൊക്കെ ഇത് നടന്നിട്ടുണ്ട് എന്നാണ് പഴയ നമ്മൾ ഈ വായിക്കുമ്പോഴും പഴയ ചരിത്രപരമായിട്ട് പല പുസ്തകങ്ങളിലും പറയുന്നിട്ടുള്ള അബ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അബ്യൂസ് ഈ അടുത്ത കാലത്തിലാണ് നമുക്ക് 2012 പോക്സോ ആക്ട് വരുന്നത്. പോക്സോ ആക്ട് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു, വളരെ കുറച്ചും കൂടെ സ്ട്രിക്റ്റായി. ബിക്കോസ് നമുക്കറിയാം, നമ്മുടെ ഈ കുട്ടികളുടെ പീഡനമേക്കുന്ന കുട്ടികൾ, അവരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു കുട്ടി പീഡനമേൽക്കുമ്പോൾ ആ കുട്ടിയുടെ ഭാവി അടക്കം അവിടെ തകരുകയാണ്. ഇപ്പോൾ ഒരു കൊച്ചു ബാലികയായിട്ടുള്ള 5 വയസ്സോ 6 കുട്ടികൾ അതിൻ്റെ ഒരു ട്രോമ വളരെ വലുതാണ്. ദാറ്റ് ട്രോമ സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ഹർ ഫുൾ ലൈഫ് എന്നാണ് പല കേസുകളും നമ്മൾ കാണുന്നത്. അത് എത്രത്തോളം എല്ലാ കേസിലും ചിലപ്പോഴൊക്കെ അതങ്ങ് ഒരു സുപ്രഭാതം വരുമ്പോൾ മാറിപ്പോവും. പക്ഷേ ബാക്കിയുള്ള കേസുകളിലൊക്കെ ഒരു ജീവിതകാലം മുഴുവൻ ഈ ട്രോമ നിലനിൽക്കും. അപ്പോൾ നമുക്ക് ഈ പോക്സോ ആക്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് 18 വയസ്സിനകത്തുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്ന, ലൈംഗിക പീഡനത്തിനേൽക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികൾക്കും പീഡനത്തിനെതിരായിട്ടുള്ളവരെ ഉള്ള നിയമമാണ് പോക്സോ ആക്ട്. ഇത് സെക്ഷുവൽ ഒഫൻസ് മാത്രമേ ഉള്ളൂ. സെക്ഷുവൽ ഒഫൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസുകൾ മാത്രമാണ് ഈ ആക്റ്റിൽ വരുന്നത്. അതിൽ ജെൻഡർ ന്യൂട്രൽ ആക്റ്റാണ്. കാരണം ഇപ്പം നമുക്കൊരു ധാരണയുണ്ട്, ഈ രാജ്യത്ത് പെൺകുട്ടികൾ മാത്രമാണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്നൊരു ധാരണയുണ്ട്. പക്ഷേ അത് ശരിയല്ല. പെൺകുട്ടികളോടൊപ്പം തന്നെ ആൺകുട്ടികളും ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നു. അപ്പം ഈ ആക്ടിന് മുന്നിൽ വേറൊരു കാര്യം കൂടെ പറയുള്ളൂ. ഈ ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പിന്നെ അനുഭവിക്കേണ്ടി വരുന്നത് ഭാവിയിൽ ഇവർ തന്നെ വലിയ പീഡനക്കാരായി വരുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പല കേസിലും പണ്ട് ഇത് വിക്റ്റിമായി നിൽക്കുന്ന ഒരു ആൺകുട്ടി ഭാവിയിൽ അവർ അക്യൂസ്ഡായിട്ട് കോടതിയിൽ വന്ന് നിൽക്കുന്ന ഒരു വല്ലാത്തൊരു സ്ഥിതി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതി ആൺകുട്ടികൾക്കുണ്ട്. പെൺകുട്ടികൾ ഫേസ് ചെയ്യുമ്പോൾ എന്താണ്, ഇതിൻ്റെ ഒരു ട്രോമയാണ്, ഒരു മാനസിക സമ്മർദ്ദം, മാനസിക ബുദ്ധിമുട്ട് വരുന്നത് പിന്നീടാണ്. പിന്നെ അതാണ്. അപ്പോൾ നമ്മുടെ പോക്സോ ആക്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 18 വയസ്സിനകത്തുള്ള 18 കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞാൽ അത്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പ്രധാനമായിട്ട് ചെറുപ്പക്കാർ, ഈ 18 വയസ്സിനകത്തുള്ള കൺസെൻഷ്വൽ സെക്സ് എന്ന് വെച്ചാൽ കൺസെൻറ്റോടുകൂടി നടക്കുന്ന ശാരീരിക ബന്ധം, ദാറ്റ് ഈസ് എ ക്രൈം. കാരണം ഒരു കുട്ടി 18 വയസ്സ് തികയാത്തൊരു കുട്ടി, ഷീസ് എ മൈനർ. അപ്പോൾ നമ്മുടെ നിയമം അനുശാസിക്കുന്നത് ആ മൈനറായിട്ടുള്ള കുട്ടികളുമായിട്ട് അവരുടെ കൺസെൻറ്റോടു കൂടിയോ അതൊരു സെക്ഷുവൽ ഒഫൻസാണ്. അത് ഈക്വലൻ്റ് ടു അബ്യൂസ്. അത് ഈ പലർക്കും അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതും ക്രൈമാണ് എന്നതും, അതും ഒരു കുറ്റകരമാണ്, ക്രൈമാണ് എന്നത് ഒരു വലിയ സംഭവം ആണ്.
ഓക്കെ സർ. അപ്പോൾ നമ്മളിപ്പം ഒരുപാട് തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ പറ്റി പറഞ്ഞു. എന്താണ് ശരിക്കും പോക്സോ നിയമത്തിന് കീഴിൽ വരുന്ന കുറ്റകൃത്യങ്ങളായിട്ട് നമുക്ക് എന്തൊക്കെ കണക്കാക്കാൻ സാധിക്കും? അതിൽ പോക്സോ നിയമത്തിൻ്റെ കീഴിലുള്ള കുറ്റകൃത്യം വെച്ചാൽ ഒന്ന് മാത്രമേ ഉള്ളൂ, സെക്ഷുവൽ അബ്യൂസ്. അത് തന്നെയാണ് മെയിൻ സംഭവം, സെക്ഷൽ അബ്യൂസ്. അപ്പം സെക്ഷൽ അബ്യൂസിനെ പലതായിട്ട് താരതമ്യപ്പെടുന്നത്. ഇപ്പം ഒരാളുടെ പ്രൈവറ്റ് പാർട്ട്, ബോഡിയുടെ പ്രൈവറ്റ് പാർട്സാണ്. ഇപ്പം നമ്മൾ കൊച്ചിലെ നമ്മൾ സ്കൂളിൽ പഠിക്കേണ്ട കാര്യം, വാട്ട് ഈസ് എ ബാഡ് ടച്ച്, വാട്ട് ഈസ് എ ഗുഡ് ടച്ച്, അതാണ് ഏറ്റവും കുട്ടികൾ പ്രാഥമികമായി പഠിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസ് എൻ്റെ മനസ്സിൽ വരുന്നത്, ഒരു കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അപ്പം അവിടുത്തെ വീട്ടിൽ ജോലിക്ക് വന്ന ഒരാൾ ആ കുട്ടിയുടെ പ്രൈവറ്റ് പാർട്സ് പിടിച്ചു. എടുത്ത വയൽ ഈ കുട്ടി എന്ത് ചെയ്തു, വീട്ടിൽ അച്ഛനും അമ്മയടുത്തും ചെന്ന് പറഞ്ഞു, അച്ഛൻ അമ്മ ഈ മാമൻ എൻ്റെ പ്രൈവറ്റ് പാർട്സിൽ പിടിച്ചു. പക്ഷേ അവർ പറഞ്ഞ് ചുമ്മാ ഈ കള്ളം, നീ ചുമ്മാ ആവശ്യമില്ലാതൊന്നും പറയില്ല, അങ്ങനെയൊന്നും ചെയ്യൂല, അത് ചുമ്മാ കളിച്ചതായിരിക്കും. അപ്പോൾ എടുത്ത വയൽ ആ കുട്ടി ചോദിച്ചത്, കളിക്കേണ്ട ആൾ എൻ്റെ പ്രൈവറ്റ് പാർട്സിലാണോ പിടിക്കേണ്ടത്? അപ്പോൾ കുട്ടി പറഞ്ഞു, ഐ നോ ദാറ്റ്സ് എ ബാഡ് ടച്ച് ബിക്കോസ് ഐ സ്റ്റഡീഡ് ഫ്രം ദ സ്കൂൾ. കുട്ടിയുടെ വീട്ടുകാർ സമയം കുട്ടി നേരെ ഫോൺ വിളിച്ച് 100 വിളിക്കുകയാണ്. 100 വിളിച്ച് പോലീസ് ഉടനെ എത്തി ഇയാളെ അറസ്റ്റ് ചെയ്യട്ടെ. കോടതി വന്നപ്പോഴും കുട്ടി പറഞ്ഞത്, വൈ ഹി ടച്ച് മീ അറ്റ് മൈ പ്രൈവറ്റ് പാർട്സ്. കുട്ടിക്ക് ഒരാൾക്ക് എൻ്റെ പ്രൈവറ്റ് പാർട്സിൽ തൊടാനുള്ള സ്വാതന്ത്ര്യമില്ല, അധികാരമില്ല, സോ ഹി മസ്റ്റ് ബി പണിഷ്ഡ് എന്ന രീതിയിൽ. അപ്പോൾ അതൊരു ബാല്യകാലങ്ങളിലെ ഒരാൾ തൊടുമ്പോൾ, നമ്മുടെ സ്പർശിക്കുമ്പോൾ ആ ടച്ച് എന്താണെന്ന് ഫീൽ ചെയ്യും ആളുകൾക്ക്. ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ പറ്റില്ല, പക്ഷേ ആ ഫീല് ബോധ്യമുണ്ടായിട്ട് അങ്ങനെ ഒരു ഫീല് അയാളെ നിയമത്തിൻ്റെ മുന്നിൽ വരേണ്ട ഒരു പ്രാഥമിക ഉത്തരവാദിത്വം ഏത് കുട്ടിക്കുമുണ്ട്. അതുപോലെ തന്നെ ചില കുട്ടികളുടെ വീട്ടുകാർ ചെയ്യുന്നൊരു ജോലിയുണ്ട്. ഇങ്ങനൊരു സാധനം പറയാം, അയ്യോ മക്കളെ ഇത് വെളിയിൽ പറയണ്ട കേട്ടോ, നമുക്ക് വെളിയിൽ പറയേണ്ട, നാണക്കേടാണ്, അതുകൊണ്ട് നമുക്ക് വെളിയിൽ പറയണ്ട, നമുക്കിത് തന്നെ ഒന്ന് പ്രശ്നമില്ല, നമുക്ക് മാമനെ പറഞ്ഞ് വിലക്കുകയൊക്കെ ചെയ്യാമെന്ന് പറയും. പക്ഷേ പോക്സോ ആക്ടിൽ അതൊരു ക്രൈമാണ്. നോൺ റിപ്പോർട്ടിംഗ് ഈസ് ആൻ ഒഫൻസ്. ഇത് പല കേസിലും അമ്മ, അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകർ എല്ലാം പ്രതിയായി വന്ന് നിൽക്കുകയാണ്. കാരണം ഇങ്ങനൊരു പീഡനം അറിഞ്ഞു. ഇപ്പോൾ ഒരു ക്രൈം വന്നാൽ അത് പുറത്ത് പോലീസിനും അധികാരികളോട് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. അപ്പോൾ അത് പറയുമ്പോൾ അതൊരു ക്രൈമാണ്, അങ്ങനെ കേസ് എടുക്കാറുമുണ്ട്. അപ്പോൾ അത് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത് ഒഫൻസ് പറയുമ്പോൾ ഒന്ന് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് പിടിക്കുന്നതുകൊണ്ട്, പിന്നെ ഉള്ളത് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടാണ്, അത് റേപ്പാണ്. അതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വലിയ ഒഫൻസ് തന്നെയാണ്, അതും ഈ ആക്ടിൽ വരുന്നത്. സാർ, അപ്പം ചെറുതായിട്ടൊന്ന് ഞാൻ ഇടപെട്ടോട്ടെ, നമുക്കൊരു ഇടവേളയിലേക്ക് കടക്കാം. സാമൂഹ്യ പാഠത്തിൽ ഇനി ചെറിയൊരു ഇടവേള. കോട്ടയില്ലാത്ത ഫോർട്ട് കൊച്ചി. ഭൂതകാലത്തിൻ്റെ സജീവമായ ഓർമ്മകൾ ഫോർട്ട് കൊച്ചിയിലുണ്ട്, ഒന്നും മാഞ്ഞു പോയിട്ടില്ല. ഉപ്പിലിട്ട് സൂക്ഷിച്ചു വെച്ചതുപോലെ ചരിത്രം ഫോർട്ട് കൊച്ചിയിലുണ്ട്. ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യ പാഠം തുടരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പോക്സോ നിയമമാണ്. അപ്പോൾ സർ, നമ്മളിപ്പം നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പം നമ്മുടെ വീട്ടുകാരായാലും ഇതുപോലെയുള്ള കേസുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പുറത്ത് പറയാതിരിക്കുക എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് എത്താറുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് മാറി മറ്റൊരാശയം നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സംരക്ഷണ ചുമതലയുള്ളവരിൽ നിന്ന്, അതായത് ഇപ്പം വിദ്യാലയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കൾ, അങ്ങനെയുള്ള സംരക്ഷണ ചുമതലയുള്ളവരിൽ നിന്നും ഇത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ചൂഷണങ്ങൾ നേരിടുമ്പോൾ അവയ്ക്കുണ്ടാകുന്ന അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഒരു നടപടിക്രമങ്ങൾ കുറച്ചും കൂടി കഠിനമാണ് എന്ന് പൊതുവെ നാം മനസ്സിലാക്കാറുണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ സർ? അല്ല അപർണ, നമ്മൾ നമുക്കൊരു നിയമപരമായിട്ടുള്ളൊരു ലീഗൽ സിസ്റ്റമുണ്ട്. ആ ലീഗൽ സിസ്റ്റം ഇപ്പോൾ നമുക്ക് പോക്സോ ആക്ട് ആയാലും അല്ലാത്ത ഒരു നിയമം വന്നാലും ആ ലീഗൽ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ലീഗൽ പ്രൊസീജിയറിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല. പക്ഷേ പോക്സോ നിയമത്തിലെ ലീഗൽ പ്രൊസീജിയർ കുറച്ചും കൂടെ ലൈറ്റാണ്, ഫ്രണ്ട്ലിയാണ്, ചൈൽഡ് ഫ്രണ്ട്ലിയാണ് കോടതി. ഈ കുട്ടി അവിടെ വരുമ്പോഴത്തേക്ക് കുട്ടിക്ക് പ്രതിയെ കാണാൻ പറ്റില്ല, കുട്ടിയെ മറച്ച ഒരു സ്ഥലത്താണ് വെച്ചേക്കുന്നത്, കുട്ടിക്ക് പ്രതിയെ കാണാൻ പറ്റില്ല, പ്രതിക്ക് കുട്ടിയെ കാണാം.
അല്ല, പ്രതിക്ക് കുട്ടിയെ കാണാൻ പറ്റില്ല, കുട്ടിക്ക് പ്രതിയെ കൃത്യമായി കാണും. കാരണം അവിടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ എന്നൊരു ഇത് നിയമത്തിലുള്ളതാണ്. അപ്പോൾ ആ ഐഡൻറ്റിഫിക്കേഷൻ എന്തായാലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ചൈൽഡ് ഫ്രണ്ട്ലിയാണ്. പക്ഷേ ഇപ്പം നേരത്തെ അപർണ പറഞ്ഞതുപോലെ, പലരും പറയുന്നത് പോലെ ഇത്രത്തോളം കഠിനമായിട്ടുള്ള സാധനം പാടുണ്ടോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സംടൈംസ് നമുക്കറിയാം ചില കേസുകളൊക്കെ ചിലപ്പോൾ ഫേക്കായിട്ടുള്ള ചില കേസുകൾ വരാം. പക്ഷേ അപ്പോൾ അതൊരു കറക്റ്റ് എവിഡൻഷ്യറി വാല്യൂയിലൂടെ എവിഡൻസ് എടുത്താൽ മാത്രമേ we can presume that whether it is a correct case or fake case. So the legal procedure is a must. പിന്നെ പോക്സോയെ സംബന്ധിച്ചുള്ള ആ പ്രൊസീജിയർ കുറച്ചും കൂടെ ലൈറ്റാണ്. ബിക്കോസ് കുട്ടിയുടെ അടുത്ത് നേരിട്ടല്ല ചോദ്യം ചെയ്യുന്നത്. ആരായാലും ജഡ്ജിയുടെ അടുത്താണ് ചോദ്യം ചെയ്യുന്നത്. ജഡ്ജി കുട്ടിയുടെ അടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് കോൺടാക്റ്റ് ലോയേഴ്സുമായിട്ടും കുട്ടിക്കില്ല. ഡയറക്റ്റ് കോൺടാക്റ്റ് വെബ് ടു ദി ജഡ്ജ് ഓൺലി. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ഒരു പേടിപ്പിക്കേണ്ട ഒരു സംവിധാനമുണ്ട്. കാരണം ഇപ്പോൾ അറ്റ് ദ ടൈം ഓഫ് എൻ ഒഫൻസ് വൈൽ ഹി ഈസ് റിപ്പോർട്ടിങ്, ആ റിപ്പോർട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു മെൻ്റൽ ട്രോമയുണ്ട്. ആ ട്രോമയിൽ നിന്ന് വരുമ്പോൾ അതിനാണ് ആ മൊഴി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മൊഴി കൊടുക്കുമ്പോൾ ആദ്യം പോലീസിൻ്റെ അടുത്ത് മൊഴി കൊടുക്കണം. അത് കഴിഞ്ഞ് മജിസ്ട്രേറ്റിനോട് 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. പിന്നെ ഡോക്ടറിൻ്റെ കൂടെ കൊടുക്കണം. അങ്ങനെയുള്ളൊരു പ്രൊസീജിയർ ദാറ്റ് ഈസ് എ മാൻഡേറ്ററി വൺ. ആ പ്രൊസീജിയറിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് തരണം ചെയ്ത് തന്നെയാണ് കുട്ടികളത് വരുന്നത്. ഓക്കെ സർ, അപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമപ്രക്രിയയെ പറ്റിയാണല്ലോ സംസാരിച്ചത്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ചോദ്യത്തിന് കൂടെ ചേർത്ത് തന്നെ ചോദിക്കട്ടെ സർ. അതായത് ഇപ്പോൾ അധ്യാപകരായാലും അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇവരാണ് കുറ്റം ചെയ്യുന്നത് എങ്കിൽ അവർക്കുണ്ടാകുന്ന ശിക്ഷ മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമാണോ അതോ കൂടുതലാണ്? കാരണം എ പേഴ്സൺ ഹു ഇസ് ഇൻ ദ കസ്റ്റഡി ഓഫ് ദി പ്രൊട്ടക്ഷൻ, ഒരു പ്രൊട്ടക്ടറായിട്ടൊരാൾ ചെയ്താൽ അതിൻ്റെ ശിക്ഷ കൂടുതലാണ്. സെക്ഷൻ 9 സെക്ഷനും പറയുന്നത്. അപ്പം അച്ഛൻ, അധ്യാപകൻ, പിന്നെ നമ്മുടെ വെച്ചാൽ കുട്ടിയുടെ കസ്റ്റഡി, എൻ്റെ കുട്ടിയുടെ ഒരു പാരൻ്റൽ ഒബ്ലിഗേഷൻ ഉള്ള ഒരാളുടെ ശിക്ഷ കൂടുതൽ തന്നെയാണ്. ഓക്കെ സർ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പൊതുവെ കേട്ടറിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടാണ് പോക്സോ നിയമം എന്നുള്ളത്. പക്ഷേ ഇതിൽ 12 വയസ്സ് അല്ലെങ്കിൽ 16 വയസ്സ് ഇങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷനുകൾ പൊതുവെ നമ്മൾ കാണാറുണ്ടല്ലോ സർ. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ച് നൽകാം. 12 വയസ്സിനാകുമ്പോൾ ശിക്ഷകൾ കൂടുതലാണ്. 12 വയസ്സ് 17-18 വയസ്സ് വരെ ശിക്ഷകൾ കുറവല്ല, ശിക്ഷകളുണ്ട്. പക്ഷേ അതിൻ്റെ ഗ്രാവിറ്റി, പെനിട്രേറ്റീവ് സെക്ഷൽ അഗ്രിവേറ്റഡും പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഗ്രാവിറ്റി കുറച്ച് കൂടുതലാണ്. കാരണം 18 വയസ്സിനുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്നത് കൊച്ചു കുട്ടികളാണ്. അതൊക്കെ ടീനേജിലോട്ട് കയറുന്ന സമയത്തുള്ളതാണ്. അവരെ പീഡിപ്പിക്കാനുള്ള ശിക്ഷ വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുണ്ട്. നമ്മൾ പ്രത്യേക പരിഗണന നൽകേണ്ട അല്ലെങ്കിൽ സ്നേഹവും ചേർത്ത് നിർത്തപ്പെടേണ്ട കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമപ്രക്രിയ, നിയമ നടപടികൾ അതെന്തെല്ലാമാണ്? അതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള വയ്യാത്ത കുട്ടികളെ ആയിരിക്കും കൂടുതൽ ചൂഷണത്തിന് വിധേയമാകുന്നത്. ഇപ്പോൾ തന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ, മെൻ്റലി ഇൽനെസ് ഉള്ള കുട്ടികൾ, അങ്ങനെയുള്ള കൊച്ചു കുട്ടികളെയൊക്കെ ഇവരൊക്കെ ഈസിലി അക്സസബിളാണ്. കാരണം ചിലപ്പോൾ അവർക്ക് തന്നെ അറിയില്ല വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദം വൈൽ സെക്ഷുവലി അബ്യൂസിങ് ഹെർ. അവർക്ക് തന്നെ അറിയില്ല എന്താണ് അവർക്ക് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ അവർക്കുള്ള ഒരു കുറച്ചുകൂടെ പ്രൊട്ടക്ഷനോടുകൂടിയാണ്. ഇപ്പോൾ തന്നെ ഒരു ഓട്ടിസം ഉള്ള കുട്ടിയാണെന്ന് വെച്ചു, ആ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ ഭാഷ അറിയുന്ന ട്രാൻസ്ലേറ്റർ ഉണ്ടായിരിക്കണം. ഇപ്പം മെൻ്റലി ഇൽനെസ് ഉള്ള കുട്ടിയാണെങ്കിൽ ഒരു ഡോക്ടറോ ആരെങ്കിലും സാന്നിധ്യത്തിലായിരിക്കണം അവരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. മീൻസ് വേറെ ഒന്നുമല്ല, അവർ ഫീൽ കംഫർട്ടബിൾ ആയിരിക്കണം. വൈൽ ടേക്കിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ്, വൈൽ ഗിവിങ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദേ മസ്റ്റ് ബി കംഫർട്ടബിൾ. അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. കാരണം അപ്പം അതുകൊണ്ട് എക്സ്പേർട്സിനെ വിളിച്ചു വരുത്തി എക്സ്പേർട്സിൻ്റെ മുന്നിൽ വെച്ചാണ് ഇവരെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അടക്കം എടുക്കുന്നത്. കോടതിയിൽ വിസ്തരിക്കുമ്പോഴും എക്സ്പേർട്സ് വിൽ ബി പ്രസൻറ്റ്. ബിക്കോസ് ചിലപ്പോൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ഈ എക്സ്പേർട്സിൻ്റെ സഹായത്തോടു കൂടി. ഇപ്പോൾ ഡം ആൻഡ് ഡഫിൽ ഇപ്പോൾ നമുക്ക് ഒരു സാധാരണക്കാർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ എക്സ്പേർട്ട് വന്നു, അതിൻ്റെ അധ്യാപകർ വന്നിട്ടാണ് അവരുടെ സാന്നിധ്യത്തിലാണ് മൊഴിയെടുക്കുന്നത്. അത് എല്ലാ ഒരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായിട്ടുള്ള മെൻ്റലി ഹാൻഡിക്യാപ്ഡായിട്ടുള്ള എല്ലാവർക്കും ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി അവരെ സഹായിക്കുന്ന ഇതാണ് നമ്മുടെ നിയമത്തിൽ അനുശാസിക്കുന്നത്. അത് തന്നെയാണ്. ഓക്കെ സർ. പിന്നെ അത് മാത്രമല്ല, പൊതുവെ പിന്നെ പറഞ്ഞ ഒരു ചോദ്യം ഞാൻ പറയാം, അതും കൂടെ പറയാം. ഈ വൾണറബിൾ ആയിട്ടുള്ള ഈ വയ്യാത്ത കുട്ടികൾക്കെതിരെയുള്ള കാണാൻ ഇപ്പം ഫുൾ ടൈം ചിലപ്പോൾ വീട്ടുകാരൊന്നും കാണും, ചിലപ്പോൾ അവർ ഓടിപ്പോകുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ വീട്ടുകാർക്കുണ്ട്.
വളരെ കാര്യമായിട്ട് തന്നെ സംരക്ഷിക്കണം. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. വേറെ ആളുകൾ കൈമാറാനും പാടില്ല. പിന്നെ അതിലൊരു കാര്യം കൂടെ എനിക്കൊന്ന് അത് പറഞ്ഞതാണ് ആദ്യം പറയേണ്ട ഒരു കാര്യം. ആരാണ് ഈ പീഡകർ എന്നതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ആരാണ് ഈ പീഡിപ്പിക്കാൻ 80% ഉള്ള ആളുകൾ ആരാണ്? 80% ഉള്ള ആളുകളും കുട്ടിയുമായി ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ളവരാണ്. അവർക്കാണ് ഇപ്പോൾ ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള പെർവേർഷൻസ് ഉള്ള ഈ കുട്ടികളെ ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള അവർ 80% പേര് ഒന്ന് വീട്ടിലുള്ളവരാവാം, റിലേറ്റീവ്സ് ആവാം, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നവരാവാം, തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നവരാവാം, വണ്ടി കയറുന്നവരാവാം. ഇവരെല്ലാവരുമാണെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. അവരാരെയും അടച്ചാക്ഷേപിക്കാൻ പാടില്ല. പക്ഷേ അതിലുള്ള ചില പെർവേർട്ടഡ് ആളുകളാണ് ഇത് ചെയ്യുന്നത്. അപ്പം കുട്ടിയെ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്, കുട്ടിക്ക് ബന്ധമുള്ളത്, ആ ബന്ധമുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ഒരു ഡബിൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അത് മീൻസ് ഈസി ആക്സെപ്റ്റ്. ഒരു സ്ട്രേഞ്ചറാണെന്ന് വെച്ചു, ഇപ്പോൾ സ്ട്രേഞ്ചറാണെങ്കിൽ റോഡിൽ കൂടെ പോയ ഒരാളാവാം, അത് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമ്മുമായിട്ട് ഈ കുട്ടിയുമായി ഈസി ആക്സസ്സുള്ള ആളുകളുടെ ഒരു നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ സാർ. എന്ന് വെച്ചാൽ ഞാൻ പറയുമ്പോൾ ഒന്നും കൂടെ റിപ്പീറ്റിംഗ്, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, ചിലർ. യെസ്. അപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ഇത് ലൈനിൽ ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും അനൂപാണ് സംസാരിക്കുന്നത്. നമസ്കാരം, സ്വാഗതം സാമൂഹ്യ പാഠത്തിലേക്ക്. സാറിനോട് സംശയം ചോദിച്ചു. പറഞ്ഞോളൂ അനൂപേ. നമസ്കാരം സാറേ. എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് സാറേ, ഈ വാദി, അതായത് വിക്ടിം എന്ന് പറയുന്ന ആള്, പ്രതി എന്ന് പറയുന്ന ആള് മൈനറാണ് എന്നുണ്ടെങ്കിൽ പോക്സോ നിയമം തന്നെയാണോ ചുമത്തുന്നത്? അത് എങ്കിൽ അതിന്റെ ബാക്കി നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് പറയണം. അല്ല, അതൊരു ജുവനൈലിലോട്ടൊരു ബോർഡുണ്ട്. അതൊരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ഇട്ടിട്ട്, ഇപ്പം പ്രതി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതി എന്ന് പറയില്ല, കുട്ടി കുറ്റവാളി എന്നേ പറയുള്ളൂ. 18 ഇയേഴ്സിനകത്തുള്ളവരെ കുട്ടി കുറ്റവാളി എന്നാണ്. ആ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അതിന് നേരെ നമുക്ക് വേറെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട്, FIR കാണില്ല, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് എന്ന് വെച്ചിട്ട് അവിടുത്തെ കോടതിയിലാണ് ട്രയൽ വരുന്നത്. അതിന് ഇത്രയും നമ്മുടെ ഈ പോക്സോ കോടതിയിലെ പോലുള്ള വിശാലമായിട്ടുള്ള ട്രയൽ ലെവലിൽ കാരണം അതിൽ കുറ്റവാളിയും കുട്ടി കുറ്റവാളിയാണ്. മീൻസ് അക്യൂസ് ഈസ് ഓൾസോ എ മൈനർ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചില ആനുകൂല്യങ്ങൾ ആ കുറ്റവാളിക്കുണ്ട്. ഓക്കെ സർ, സംശയത്തിന് ഉത്തരം ലഭിച്ചു എന്ന് കരുതുകയാണ്. വിളിച്ചതിന് നന്ദി. അപ്പോൾ സാർ, ഇപ്പോൾ പൊതുവേ പോക്സോ നിയമമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിലൊക്കെ വരുന്ന ഒരു സംശയമാണ്, ആർക്കൊക്കെ കേസ് നൽകാൻ സാധിക്കും? അതായത് ഇപ്പം കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരുണ്ട്, അധ്യാപകരുണ്ട്, മാതാപിതാക്കളുണ്ട്, ഇവർക്കൊക്കെ കേസ് നൽകാൻ സാധിക്കുമോ, അതോ കുട്ടികൾ തന്നെ കേസ് നൽകേണ്ടതുണ്ടോ എന്നൊക്കെയുള്ളൊരു കാര്യങ്ങൾ. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ സാർ? അല്ല, ഇപ്പോൾ ഒരു കുട്ടിക്ക് കൊണ്ട് കേസ് എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. ഈ കുട്ടികൾ ഈ അബ്യൂസേഴ്സ് ഉണ്ടല്ലോ, ഈ അബ്യൂസേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം, പ്രതി ചെയ്യുന്ന ഒരു കാര്യം, ഈ സംഭവം ചെയ്തിട്ട് കുട്ടിയെ പേടിപ്പിച്ചിട്ടാണ് പോകുന്നത്. അതിൽ കുട്ടിയെ ഒരുപാട് ഫ്രൈറ്റൻഡാണ്. ഇപ്പോൾ ഒരു സംഭവം നടന്നിട്ട് ചിലപ്പോൾ കുട്ടി പറയുന്നത് എപ്പോഴായിരിക്കും, ചിലപ്പോൾ അപ്പോഴൊന്നും അവർ പറയില്ല, അതിനുള്ള ഇത് കാണില്ല. ചിലപ്പോൾ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ചെല്ലുമ്പോഴോ, ചിലപ്പോൾ ഒരു നിവൃത്തിയില്ല വീണ്ടും പുള്ളിക്കാരൻ ഇത് ഉപദ്രവിക്കാൻ വരുന്നൊരു തോന്നൽ വരുമ്പോഴോ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുട്ടികൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. പേടി കാരണം, പേടിച്ചവർ വെളിയിൽ പറയില്ല, അതുകൊണ്ട് വെളിയിൽ പറയില്ല. അപ്പോൾ കുട്ടി എന്തായാലും പറയുന്നൊരു ധാരണ വേണ്ട, അത് മിക്കവാറും പറയുന്നത് വീട്ടുകാരടുത്തായിരിക്കും. അല്ലെങ്കിൽ വീട്ടുകാരത്ത് പറയുമ്പോൾ ഒരു പേടിയുണ്ട്, കാരണം അവർ പറഞ്ഞ അച്ഛനെ അമ്മയൊക്കെ കൊന്നുകളയും, വെളിയിൽ പറയില്ല എന്ന് പറഞ്ഞ ഒരു ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ആ ഭീഷണിയിൽ ചിലപ്പോൾ വീണ് പോകുമ്പോൾ കുട്ടിക്ക് എന്തായാലും പറയാൻ പറ്റും കുട്ടിയുടെ മാറ്റങ്ങൾ. വി ഹാവ് ടു ലുക്ക് കുട്ടിയെ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പരിശോധിക്കുകയല്ല, നമ്മൾ സൂക്ഷ്മ നിരീക്ഷണം വേണം. കുട്ടിയെ കൃത്യമായി നിരീക്ഷിക്കണം. കാരണം കുട്ടിയുടെ മാറ്റങ്ങൾ എന്താണ്, കുട്ടി ഓരോ ദിവസം ഡെയിലി ചെയ്യുന്ന പ്രക്രിയയിൽ നിന്നും ആ ഡെയിലി ചെയ്യുന്നത് മാറുന്നുണ്ടോ, കുട്ടിയുടെ മനസ്സ് മാറുന്നുണ്ടോ, കുട്ടി വർത്തമാനം ടോക്കറ്റീവായിട്ടുള്ള ടോക്ക് നിർത്തുന്നുണ്ടോ, ഒരുപാട് കളിയിൽ ഒന്നാമതായുള്ള കുട്ടി കളിയിൽ താഴുന്നുണ്ടോ, പഠിത്തത്തിൽ മിടിക്കുക എന്നൊരു കൊച്ച് പെട്ടെന്ന് പഠിത്തത്തിൽ താഴുന്നുണ്ടോ, ഇത് നമ്മൾ രക്ഷിതാക്കൾ നോക്കുക തന്നെ വേണം. കാരണം നമുക്കറിയാം ഒരു ഫാസ്റ്റ് സൊസൈറ്റിയാണ്, നിങ്ങളടക്കം വളരെ ഫാസ്റ്റായിട്ട് ജീവിക്കുന്നവരാണ്, സമയക്കുറവുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടിയുടെ മാറ്റങ്ങൾ, ചലനങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കണം, നിരീക്ഷണം വേണം എന്നത് അത്യാവശ്യം തന്നെയാണ്. അതുപോലെ അധ്യാപകർക്കുള്ള ജോലി അതാണ്. എനിക്ക് തോന്നുന്നു അധ്യാപകർ നന്നായി ഈ ജോലി ചെയ്യുന്നുണ്ട്. കാരണം അധ്യാപകരാണ് ആദ്യം വീട്ടിൽ വിളിപ്പിച്ച് പറയുമ്പോൾ, ഇപ്പോൾ എനിക്കതിന് മാസത്തിലൊരിക്കൽ പാരൻറ്റ് മീറ്റിങ്ങൊക്കെ ഉണ്ടായത് കുറച്ച് ഗുണമുണ്ട്. കുട്ടി പഠിത്തത്തിന് കുഴപ്പമാണ്, അല്ലെങ്കിൽ കുട്ടി മൂഡ് ഓഫായിട്ട് ഇരിക്കുന്നു,
നല്ല കളിക്കുന്ന കൊച്ചാണ് ഇപ്പോൾ കളിക്കുന്നത് ബാക്കിലോട്ടാണ്. ഇതൊക്കെ വരുന്നത് ഓരോ ചിലപ്പോൾ സെക്ഷൽ അബ്യൂസ് ആവാം, മെൻ്റൽ അബ്യൂസ് ആവാം, അങ്ങനെ പല അബ്യൂസുകളുടെ ഭാഗമായിട്ടാവാം, ഉറപ്പില്ല, അതുമായിട്ടാവാം. അപ്പോൾ അത് നമ്മളൊരു ശ്രദ്ധ വീട്ടുകാർ കേന്ദ്രീകരിക്കണം എന്നാണ് അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഓക്കെ സർ, ഇപ്പോൾ മറ്റൊരു സംശയം പൊതുവേ വരാറുള്ളത് ശാരീരിക ചൂഷണം മാത്രമാണോ ഈ ഒരു പോക്സോ നിയമത്തിൻ്റെ കീഴിൽ? വേണമെങ്കിൽ നമുക്കൊരു നോട്ടം കൊണ്ടുപോലും ഒരാളെ മുറിവേൽപ്പിക്കാൻ സാധിക്കും, ചൂഷണം ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സൈബർ സെക്ഷൽ ആയിട്ടുള്ള ഒരുപാട് ആക്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ശാരീരിക ചൂഷണം മാത്രമാണോ സർ പോക്സോ നിയമത്തിൻ്റെ കീഴിൽ വരുന്നത്? ഓ ഇല്ല, ചൂഷണം മീൻസ് സെക്ഷുവൽ ചൂഷണം മാത്രമേ വരുള്ളൂ. സെക്ഷുവലായിട്ട് ഇപ്പോൾ സൈബറാണല്ലോ ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്. ഇപ്പോൾ തന്നെ ചില അസുഖങ്ങളുണ്ട്, കുട്ടികളുടെ ന്യൂഡിറ്റി കാണുന്ന ഒരു സ്വഭാവമുള്ള കുറച്ച് പേര്, അതൊക്കെ ഒരു വലിയ ക്രൈമാണ്. പോണോഗ്രാഫിക് പിക്ചേഴ്സ് ഓഫ് ദ ചിൽഡ്രൻ ഇപ്പോൾ പലയിടത്തും ചിത്രീകരിക്കുന്നുണ്ട്. ആ ചിത്രീകരിച്ച് അത് കാണുന്നതും ചിത്രീകരിക്കുന്നതും ക്രൈമാണ്. അതുപോലെ അത് മാത്രമല്ല, ഇപ്പം തന്നെ സൈബർ, ഇപ്പം ഒരു കുട്ടിയുടെ ഒരു മുഖം, ഇപ്പം തന്നെ ചിലരൊക്കെ സൈബർ ഫോണിൽ കൂടെയൊക്കെ പലതും ചിലപ്പോൾ സെക്ഷുവൽ ആക്ടിവിറ്റീസ് എല്ലാം ചിലപ്പോൾ ഭീഷണിപ്പെടുത്തി നടത്തും. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവർ റെക്കോർഡ് ചെയ്ത് വെളിയിൽ കൊടുക്കുന്നു. ഒരു കുട്ടി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒളിച്ച് ക്യാമറ എടുത്ത് പിടിച്ച് നേരെ അത് നെറ്റിൽ വിടുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ സൈബറിനൊരു വലിയ പങ്ക് തന്നെയുണ്ട്. പിന്നെ സൈബർ സൈറ്റുകൾ, പോണോഗ്രാഫിക് സൈറ്റുകൾ തുടങ്ങുക, അല്ല കുട്ടികൾക്കുള്ള പോണോഗ്രാഫിക് സൈറ്റുകൾ തുടങ്ങുക, ഇന്ന കുട്ടികൾ ഇതാണെന്ന് പറഞ്ഞാൽ മൈനറായിട്ടുള്ള കുട്ടികളുടെ ന്യൂഡിറ്റി കാണിക്കുക. അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളെ പിടിക്കുക എന്നത് ഏറ്റവും വലിയൊരു കടമയായിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഈ ആക്റ്റിൽ പറയുന്നത്. ഈ ആക്റ്റിൽ വളരെ കടുത്ത ശിക്ഷകൾ തന്നെയാണ് പോണോഗ്രാഫിക്കുകളിലെ സൈബർ കുറ്റകൃത്യങ്ങൾക്കും ഉള്ളത്. ഓക്കെ സർ, അപ്പം ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം നടന്നു എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എവിടെയാണ് പരാതി നൽകാൻ സാധിക്കുക? അതിൻ്റെ ഒരു നേരത്തെ അപർണ ചോദിച്ചാൽ ഞാൻ അത് പറയാൻ വിട്ടു. അതിൽ വേറെ ഒരു കാര്യം, പരാതി എവിടെ വേണോ നമുക്ക് നൽകാം. അവസാനം കേസെടുക്കേണ്ടത് പോലീസ് തന്നെയാണ്. പോലീസിൻ്റെ ഡ്യൂട്ടിയാണ് കേസെടുക്കുക. പോലീസ് തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതും പോലീസ് തന്നെ. ദാറ്റ് ഈസ് ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ദ പോലീസ്. എവിടെ കൊടുത്താലും ശരി തന്നെ ലാസ്റ്റ് വരേണ്ടത് പോലീസിലാണ്. ഇപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, പോലീസ് എല്ലാം ഫ്രണ്ട്ലിയാണ് ഇപ്പോൾ. പക്ഷേ എന്നാലും വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടോ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ചൈൽഡ് ലൈനുണ്ട്, ചൈൽഡ് കെയർ സെൻറ്റേഴ്സ് ഉണ്ട്. ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ എവിടെ വേണോ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ തന്നെ പോലീസ് തന്നെ CWC അവിടെ കൊണ്ടുവച്ച് എടുക്കും. പിന്നെ മൊഴിയെടുക്കുന്ന കാര്യം, അതിൽ പ്രധാനപ്പെട്ട ഒരു വിക്ടിമിൻ്റെ മുന്നിൽ പോലീസ് യൂണിഫോം ഇട്ട് ആർക്കും വരാൻ പാടില്ല. ഒരു കുട്ടിയെ ഫ്രണ്ട്ലി ആയിട്ട് നിന്നുകൊണ്ട് പെൺകുട്ടിയാണെങ്കിൽ പറ്റുമെങ്കിൽ വനിതാ ഓഫീസേഴ്സ് തന്നെ വന്നിട്ട് ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട് യൂണിഫോം ഇടാതെ അതിനെ കുറച്ച് പീസ്ഫുള്ളാക്കി അതിൻ്റെ ട്രോമ മാറ്റി വളരെ കാര്യമായിട്ട് നിന്ന് ശ്രദ്ധിച്ച് സാന്ത്വനപ്പെടുത്തിയുള്ള മൊഴിയാണ് എടുക്കേണ്ടത്. ചൈൽഡ് ഫ്രണ്ട്ലി മൊഴിയാണ്. അത് വീട്ടിൽ വെച്ച് തന്നെ ആയിരിക്കണം. പോലീസ് സ്റ്റേഷനിൽ കുട്ടിയെ കയറ്റാൻ പാടില്ല. അതൊരു നിയമമാണ്. പോലീസ് സ്റ്റേഷൻ നിവൃത്തിയില്ലെങ്കിൽ മാത്രം പോലീസ് സ്റ്റേഷൻ കയറ്റില്ല. അവർ ചിലപ്പോൾ ചൈൽഡ് ഫ്രണ്ട്ലി റൂമിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആക്റ്റിലൊരു പ്രധാനപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കുന്നതിന് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കൊണ്ടുവന്ന ആക്റ്റിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ സർ, അപ്പോൾ നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ഇതാ ലൈനിൽ ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ശങ്കരൻ നായർ സർ. സർ നമസ്കാരം, സ്വാഗതം. ചോദിച്ചോളൂ സർ. നമസ്കാരം സാർ, പറയണം. നമസ്കാരം സാറേ, ഇത് നമ്മള് പത്രത്തിലൊക്കെ വായിക്കുന്നെങ്കിലും സാർ സമൂഹത്തിന് വേണ്ടി പറയുന്നതായിരിക്കും തോന്നുന്നു. ഈ ഒരു കൃത്യം നടന്നാൽ സാധാരണ യഥാസമയം അത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒത്തിരി വിഷയങ്ങളുണ്ട്. നമ്മളിപ്പോ ഒരുപക്ഷെ കൗൺസിലിങ്ങിലൂടെയോ സ്കൂളിൽ നിന്നും അധ്യാപകരോ സഹപാഠികളോ പറഞ്ഞിട്ട് അറിഞ്ഞിട്ടായിരിക്കാം നമ്മൾ പോലീസിലേക്ക് പോകും, ഒരു പോകും. അപ്പൊ ഇതിനൊരു നിശ്ചിത സമയം, ഇത്ര സമയത്തിനകം ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്നുണ്ടോ സാർ? അതൊന്ന് വിവരിച്ചാൽ കൊള്ളാം. ശരി, സാറ് പറഞ്ഞതൊരു വൈറ്റൽ ക്വസ്റ്റ്യൻ ആണ് സാർ. കാരണം നമുക്കറിയാം, ഇപ്പോൾ അതിൻ്റെ സാറ് പറഞ്ഞ നിയമത്തിൽ പറയുന്ന ഡിലേ എന്നാണ്. ഡിലേ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ക്രൈം നടന്നത് ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും കുട്ടി വേണം, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാവാം, 1 കൊല്ലം കഴിഞ്ഞാവാം, 2 കൊല്ലം കഴിഞ്ഞാവാം. കാരണം ഇതിൽ ഡിലേ എന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ ആ ഡിലേ നമ്മൾ കാലതാമസം വരുത്തിയുള്ള കാരണം കൃത്യമായിട്ട് നമ്മൾ മൊഴി കൊടുക്കുമ്പോൾ പറഞ്ഞിരിക്കണം. ഈ കാലതാമസം എന്ന് വെച്ചാൽ ഒരു കുറ്റകൃത്യം നടന്ന് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ അതിൻ്റെ കാലതാമസം വരുന്നത് ഒരു പൊതു നിയമമാണ്. ഇഫ് ദർ ഈസ് എ ഡിലേ ഇറ്റ് മസ്റ്റ് ബി ക്ലിയർലി എക്സ്പ്ലെയിൻഡ് ബൈ ദ പേഴ്സൺ. ആ കാലതാമസം ഉണ്ടായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ നിയമപ്രകാരം കുറ്റകൃത്യം നടന്നാൽ അപ്പോൾ പറയണം. ഇപ്പോൾ ചിലപ്പോൾ പറയും, അപ്പം പറയാത്തതുകൊണ്ട് ഇനി പറയാതിരിക്കും, വേണ്ട.
അങ്ങനെ പ്രശ്നമില്ല. എപ്പോഴോ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയണം ഇത്രയും സംഭവം നടന്നതിന് ശേഷം നമ്മൾ എന്തുകൊണ്ട് ഇത് വെളിപ്പെടുത്തിയില്ല, അത് ക്ലാരിറ്റി ആയിട്ട് തന്നെ പറഞ്ഞാൽ പിന്നെ കോടതിയാണ് തീരുമാനിക്കുന്നത്. അത് ആ എക്സ്പ്ലനേറ്റ് ചെയ്തത് ഡിലേ എക്സ്പ്ലെയിൻ ചെയ്ത് എടുക്കാമോ, അത് കറക്റ്റാണോ എന്നൊരു കാര്യം തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ വിധികളടക്കം എല്ലാ വിധികളും പറയുന്നതെന്ന് വെച്ചാൽ ഡിലേ എക്സ്പ്ലെയിൻ ചെയ്താൽ അത് ഈസ് നോട്ട് എ ഡിലേ എന്നാണ് പറയുന്നത്. പറഞ്ഞോ സാർ. ഓക്കെ സാർ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമായിരുന്നു അത്. വിളിച്ചതിന് ഒരുപാട് നന്ദി. ശങ്കരൻ നായർ സാറിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി സാമൂഹ്യ പാഠത്തിൽ ചെറിയൊരു ഇടവേള. കാർട്ടൂണിൻ്റെ ഭാഷ എന്താണെന്നൊരു ചോദ്യമുണ്ട്. കാർട്ടൂണിൻ്റെ ഭാഷ കാർട്ടൂൺ തന്നെയാണ്. 1000 വാക്കുകളേക്കാൾ ശക്തമാണ് ഒരു ചിത്രം എന്ന് പറയുന്നത്. ഏറ്റവും അന്വർത്ഥമാകുന്നത് കാർട്ടൂണിലാണ്. കാർട്ടൂണിനകത്തൊരു അപകടം എന്ന് പറയുന്നത് ചിലർ ശരിക്കും ആസ്വദിക്കില്ല, ഭാവിക്കും. അവർ ആസ്വദിക്കുന്നതായിട്ട് ഭാവിക്കും, ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെടില്ല. അതിന് പ്രത്യേകിച്ച് ഒരു ക്യാപ്ഷനോ ഒരു ഡയലോഗോ ബലൂണോ ഒന്നും ഇല്ലാതെ തന്നെ ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഏറ്റവും പവർഫുള്ളായിട്ട് കാർട്ടൂൺ എന്ന് പറയുന്നതാണ്. കാർട്ടൂൺ ഒരു നല്ല കലയാണ്, ട്രോൾ ഒരിക്കലും കലയല്ല. വായനക്കാരിൽ നിന്ന് യാതൊരു മോശപ്പെട്ട അനുഭവങ്ങളും ഉണ്ടായിട്ടേ ഇല്ല. ഏറ്റവും നല്ല അപ്രീസിയേഷനാണ് എപ്പോഴും കിട്ടിയിട്ടുള്ളത്. സാമൂഹ്യ പാഠത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരാവർത്തി കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പോക്സോ നിയമത്തെ പറ്റിയാണ്. സർ, അപ്പം നമ്മൾ ഈ പരാതിയെപ്പറ്റി സംസാരിക്കേണ്ടായി, ആർക്കൊക്കെ പരാതി നൽകാം എന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കേണ്ടായി. പക്ഷേ പൊതുവെ വരുന്ന മറ്റൊരു തരത്തിലുള്ള ഒരു സന്ദേഹമാണ്, അതായത് ഈ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രൊസീജിയർ, ആ ഒരു നടപടിക്രമങ്ങൾ അത് സൗജന്യമാണോ എന്നുള്ള ഒരു ആശയം. ഉറപ്പല്ലേ, സൗജന്യമല്ലേ, സർക്കാരല്ലേ. ഇപ്പോൾ സർക്കാരാണല്ലോ അത്. ഒരു വാദിഭാഗത്ത് വരുന്ന എല്ലാ കേസുകളും, ക്രിമിനൽ കേസിലും വാദിഭാഗം വരുന്ന സർക്കാരാണ്. സർക്കാർ തന്നെയാണ് സൗജന്യമായിട്ട് എല്ലാം ചെയ്യുന്നത്. കുട്ടികളെ കൊണ്ടുപോകുന്ന കാര്യം, കുട്ടികളെ ഒന്നും പോലീസ് ജീപ്പിൽ കയറ്റിക്കൂടാ. കുട്ടികളെ വേറെ വാഹനത്തിൽ മെഡിക്കലിൽ കൊണ്ടുപോകണമെങ്കിൽ വേറെ വാഹനത്തിൽ കൊണ്ടുപോകണം. പോലീസ് ജീപ്പിലൊന്നും കുട്ടിയെ കയറ്റിക്കൂടുന്നതാണ്. കാരണം വിക്ടിമിനെ കയറ്റിക്കൂടാ. ഇപ്പോൾ മെഡിക്കലിൽ കൊണ്ടുപോകുന്നതായാലും ശരി, മജിസ്ട്രേറ്റിൻ്റെ അവിടുത്തെ മൊഴി കൊടുക്കുന്ന കാര്യത്തിലായാലും ശരി, വേറെ പോലീസ് ജീപ്പ് അല്ലാത്ത ജീപ്പുകളിലും കുട്ടിക്കൊരു കംഫോർട്ട് സോൺ ക്രിയേറ്റ് ചെയ്ത് മാത്രമാണ് പോവേണ്ടത്. അതൊക്കെ വളരെ കൃത്യമായിട്ടാണ്. അവർക്ക് വിക്ടിമിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറേ ഇല്ല. അതുകൊണ്ടാണ് വീട്ടിൽ വന്ന് മൊഴിയെടുക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് മജിസ്ട്രേറ്റ് വീട്ടിൽ വന്ന് മൊഴിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയും അപ്പോൾ മെഡിക്കൽ ഡോക്ടറിൻ്റെ വീട്ടിൽ അങ്ങനെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. കാരണം അത്രത്തോളം കംഫോർട്ടിലായിരിക്കണം കുട്ടി എന്നാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. ഓക്കെ സാർ, അപ്പം പിന്നെ അതുപോലെ തന്നെ വരുന്ന ഒരു ആശയമാണ്, അതായത് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് ഇപ്പം അവർക്ക് ഏറ്റിട്ടുള്ള മാനസിക സംഘർഷങ്ങളായാലും അതിനൊക്കെ ഒരു നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെയാണ് അവർക്കൊരു തണലാകാൻ സാധിക്കുക? അല്ല, നഷ്ടപരിഹാരം വെച്ചാൽ അതിലൊരു മസ്റ്റാണ്. കാരണം ഈ കുട്ടിയെ ഒരു വിക്ടിമിന് ഉടനെ തന്നെ നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് പോലീസ് ഇടപെട്ട് തന്നെ അപ്പോൾ തന്നെ നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കേസിൻ്റെ വിധി വരുമ്പോഴത്തേക്കും അല്ല DLSA നല്ലൊരു എമൗണ്ട് വിക്ടിം കോമ്പൻസേഷനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കേസിലും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചാണ് ഈ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്തത്. അത് കൃത്യമായിട്ട് ഒരു കോമ്പൻസേഷൻ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. കേസ് നടക്കുമ്പോഴും കേസ് കഴിഞ്ഞാലും വിക്ടിമിന് കോമ്പൻസേഷൻ വളരെ കൃത്യമാണ്, നല്ലൊരു എമൗണ്ടുമാണ് കൊടുക്കുന്നത്. ഓക്കെ സാർ, അപ്പോൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ പോക്സോ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോക്സോ കോടതികൾ ഒരുപാടുണ്ടെന്ന് കേട്ടറിവുണ്ട് സാർ. പക്ഷേ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് കാലതാമസം നേരിട്ടു എന്നും ഒക്കെയുള്ള ചർച്ചകളൊക്കെ ഉരുത്തിരിഞ്ഞ് വരാറുണ്ട്. അപ്പം അതിന് സാറ് നോക്കി കാണുന്നത് എങ്ങനെയാണ്? അല്ല, അങ്ങനെ അത് അപർണ പറഞ്ഞതുപോലെ ഒരു സമയത്തിൽ ഒരു ഇന്ത്യൻ ജുഡീഷ്യറിയിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? കാലതാമസം, കേസുകൾ കെട്ടിക്കിടക്കും. ദാറ്റ് ഈസ് എ ഫാക്ട്. അതിപ്പോൾ നമ്മൾ മാറ്റിവെക്കാൻ പറ്റില്ല. പക്ഷേ പോക്സോ കോടതിയെ സംബന്ധിച്ചോളം പോക്സോ കോടതി ഇപ്പോൾ തന്നെ കേരളത്തിൽ തന്നെ 56 കൂടുതലുണ്ട്. കേരളത്തിൽ ഒരു ജില്ലയിൽ തന്നെ 2 കൂടുതൽ എന്തായാലും പോക്സോ കോടതിയിലുണ്ട്. കാരണം ഒരു മെയിൻ കോടതി ഒന്ന് കാണാം, അവിടെ ബെയിലൊക്കെ വരുന്ന മെയിൻ കോടതിയായിരിക്കും. ബാക്കി ട്രയലൊക്കെ വേറെ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ടിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ വന്നിട്ട് 90 ദിവസത്തിനകത്ത് തന്നെ പോലീസ് അന്വേഷണം നടത്തി ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യണം. അങ്ങനെ ഫൈനൽ റിപ്പോർട്ട് 30 ഡേയ്സിനകത്ത് ഫയൽ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും പോലീസ് പറയണം. ഈ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്ത ഉടനെ തന്നെ കോടതി വരികയും കോടതി അപ്പോൾ തന്നെ ട്രയൽ ഫിക്സ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ കോടതി തന്നെ ഇപ്പോൾ 2023 കേസിലാണ് ഇപ്പോൾ ട്രയൽ വരുന്നത്. മീൻസ് 1 കൊല്ലമായിട്ടുള്ള കേസുകൾ. പണ്ട് ഇതെല്ലാം കൂടെ കെട്ടിക്കിടക്കുകയായിരുന്നു. കാരണം കോടതിയുടെ ബാഹുല്യ കുറവുണ്ടായിരുന്നു. ഉള്ള കോടതി തന്നെ ഒരുപാട് കേസ് ഉണ്ടായിട്ട് അതൊന്നും ട്രയൽ നടത്താൻ പറ്റാത്ത ഇതായിട്ടാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ടുകൾ തുടങ്ങുന്നതും ഇതിലോട്ട്
അപ്പോൾ അതിൻ്റെ ഒരു പെട്ടെന്ന് സ്പീഡി ട്രയൽ, ഫാസ്റ്റ് ട്രാക്കായിട്ട് തന്നെ സ്പീഡായിട്ട് തന്നെ ട്രയലുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. യെസ്. കാരണം അതിൽ താമസിക്കുമ്പോൾ ഒരു പ്രശ്നം ഞാൻ പറയാം. താമസിക്കുമ്പോൾ ഈ കുട്ടികൾ ഇത് മറക്കുകയും മാത്രമല്ല പ്രതികൾക്ക് കുട്ടികളെ സ്വാധീനിക്കാനുള്ളൊരു അവസരം കിട്ടുകയും ചെയ്യും. ഇപ്പോൾ തന്നെ വളരെ ഹീനിയസ് ആയിട്ടുള്ള ക്രൈമാണെങ്കിൽ പ്രതിക്ക് ബെയിൽ കൊടുക്കാതെ തന്നെ പ്രതിയെ അണ്ടർ ട്രയൽ പ്രിസണറാക്കി ഇട്ടുകൊണ്ട് വരെ എവിഡൻസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ചില കേസിലൊക്കെ വല്ല അച്ഛൻ പ്രതിയായിട്ടുള്ള കേസുകൾ, ആ കേസിലൊക്കെ വരുമ്പോൾ അച്ഛൻ പുറത്തിറങ്ങിയാൽ അത് പിന്നെ കുട്ടിയെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആദ്യം ചില കോടതിയിലൊക്കെ അവർക്ക് ബെയിൽ കൊടുക്കില്ല, അകത്ത് കിടന്ന് തന്നെ അവർ ട്രയൽ നടത്തിക്കും. അപ്പോൾ അതുകൊണ്ട് അത്രയും കെയർഫുള്ളായിട്ട് തന്നെ കോടതിയും പോലീസും ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ നോക്കുന്നുണ്ട്. യെസ്. ഓക്കെ സാർ. അപ്പം സാർ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഇപ്പോൾ കുട്ടികളാണ്, അപ്പം അവർക്ക് ഇതുപോലെയുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുമ്പോൾ പൊതുവെ അവരെ ഭീഷണിപ്പെടുത്താറുണ്ട് എന്നൊക്കെയുള്ള ഒരാശയം. അതുമായിട്ട് ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ ഇത്തരത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവരുണ്ടല്ലോ, അവരുടെ ഒരു സംരക്ഷണം നമുക്ക് എങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും? ഇപ്പോൾ ഒരു വ്യക്തി, ഒരു അധ്യാപകനോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ കുട്ടി തന്നെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് എങ്ങനെ നിയമത്തിൻ്റെ ഒരു പരിധിയിലൂടെ സംരക്ഷിക്കാൻ പറ്റും? അത് ഉറപ്പായിട്ടും പോലീസ് ആ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിയെ, ഒരു വിക്ടിമിനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി, ഇപ്പോൾ നമ്മുടെ കോടതിയിൽ വന്ന് ചിലപ്പോൾ ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ നമ്മൾ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യണം. പോലീസിന് അപ്പം തന്നെ കോടതി നിർദ്ദേശം കൊടുക്കണം, വിക്ടിം മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. ആ വിക്ടിമിനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്താമെന്നോ അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുള്ള ബാക്കി നടപടികളിലോട്ട് പോവുകയാണ്. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. കേരളത്തിൽ അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. അപ്പോൾ തന്നെ അവിടെ നമുക്ക് റിപ്പോർട്ട് ഇറ്റ് അറ്റ് ദാറ്റ് ടൈം ഇറ്റ് സെൽഫ് വി ക്യാൻ റിപ്പോർട്ട് ഇറ്റ്. അപ്പോൾ തന്നെ പോലീസ് നടപടി സ്വീകരിക്കുക. അത്യാവശ്യം ഈ പ്രതിയുണ്ടല്ലോ, ഈ പ്രതിയുടെ ബെയിൽ നമുക്ക് ക്യാൻസൽ ചെയ്യിക്കാൻ പറ്റും, ജാമ്യം റദ്ദാക്കാൻ പറ്റും. കാരണം അവർ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാണ്, ജാമ്യം റദ്ദാക്കി അണ്ടർ ട്രയൽ പ്രിസണറാക്കിക്കൊണ്ട് തന്നെ ട്രയൽ നടത്താനും പറ്റും. അല്ലാതെയുള്ള മറ്റിപ്പം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റ് കുടുംബാംഗങ്ങൾ ഉണ്ടാവുമല്ലോ സർ, അല്ലെങ്കിൽ ഇപ്പം സാമൂഹ്യ പ്രവർത്തകരായിരിക്കാം, അല്ലെങ്കിൽ അധ്യാപകരായിരിക്കാം, അവരാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? അവരെ സംരക്ഷിക്കുമ്പോൾ ഈ ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. പോലീസ് ഈസ് വെരി വിജിലൻ്റ് ഓൺ ദാറ്റ് ആസ്പെക്ട്. കാരണം ഒരു വിറ്റ്നസ്, ഒരു സാക്ഷി, ഇപ്പോൾ തന്നെ പുതിയ സാക്ഷിക്ക് വേണ്ടി പുതിയ പോളിസീസൊക്കെ സുപ്രീം കോടതി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്ന സാക്ഷികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ DLSA വഴി, ലീഗൽ സർവീസ് അതോറിറ്റി വരെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കോടതി തന്നെ ഒരുപാട് പ്രൊസീജിയർ, ഒരുപാട് ഇതും കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ അവർക്ക് വേണ്ട ദേ വിൽ ബി പ്രൊട്ടക്റ്റഡ് ഓൺ എനി ആസ്പെക്ട്, ദേ വിൽ ബി പ്രൊട്ടക്റ്റഡ്. ഓക്കെ സർ. പിന്നെ പൊതുവെ ഉയർന്നു വരുന്ന ഒരു ചിന്തയാണ് നമുക്ക് ശൈശവ വിവാഹത്തെ പറ്റിയുള്ളത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കല്യാണം. പക്ഷേ നമുക്കറിയാം ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ട് തന്നെ അത് നിരോധിക്കപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന ശൈശവ വിവാഹമെന്ന്. പക്ഷേ ഈ പോക്സോ നിയമത്തിൻ്റെ കീഴിൽ ഈ ഒരു ശൈശവ വിവാഹം വരുന്നുണ്ടോ? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക നിയമത്തിൻ്റെ സാധ്യതകൾ ഉണ്ടോ? ഒരു സാധ്യതയും ഇല്ല. പറഞ്ഞ ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ബോധമില്ല എന്നത് വളരെ കഷ്ടമാണ്. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോഴും 16 വയസ്സുള്ള കുട്ടികളെ കുറച്ച് അല്ലെങ്കിൽ സിറ്റി ഭാഗത്തില്ലെങ്കിലും കുറച്ച് സ്ലമ്മായിട്ടുള്ളവരും വരുന്നു. ഇത് റിപ്പോർട്ട് ചെയ്ത് വരുന്ന കേരളത്തിൽ ഇപ്പം ഇഷ്ടം പോലെയുള്ള സംഭവമാണ്. ഇവർക്ക് അറിഞ്ഞാണ്ടോ ചിലപ്പോൾ ഇതായിരുന്നുണ്ട്. ഇപ്പോൾ ഇത് റിപ്പോർട്ട് വരുന്ന എപ്പോഴെന്ന് അറിയാമോ? ഇത് റിപ്പോർട്ട് ചെയ്ത് കുട്ടി പ്രഗ്നൻ്റ് ആവും. പ്രഗ്നൻ്റ് ഞാൻ പറയാം, ഇപ്പോൾ ഈ ആക്ട് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് കുട്ടി പ്രഗ്നൻ്റ് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ഏജ് ചോദിക്കും. അപ്പോൾ ഡോക്ടർ പരിശോധിക്കുമ്പോൾ മനസ്സിലായി ഇതൊരു വിക്ടിം, ഇതൊരു മൈനറാണെന്ന്. അപ്പോൾ ഡോക്ടറാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു കുട്ടി, ഈ കുട്ടി പ്രഗ്നൻ്റ് ആണ്, ഇത് മൈനറാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇപ്പം ഇവർ കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ കുട്ടികൾ എന്തെങ്കിലും കള്ളം പറയും, ഞാൻ 20 വയസ്സായെന്നൊക്കെ പറയും. അങ്ങനെ സംശയം തോന്നിയ പല കേസും ഡോക്ടർ എന്ത് ചെയ്യും, മെഡിക്കൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയും, എന്നാലേ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഡോക്ടർ വിൽ ബി ഹെൽഡ് ലയബിൾ ഫോർ ദാറ്റ്. ഡോക്ടർ പ്രതിയായിപ്പോവും. അതുകൊണ്ട് ഡോക്ടർ, അപ്പോൾ ഈ നിയമം ശക്തമായതുകൊണ്ട് ഇപ്പോൾ ഭാര്യ ഭർത്താവാണെന്നും പറഞ്ഞ് യാതൊരു ഇതുമില്ല. കുട്ടി മൈനറാണെങ്കിലും ഭർത്താവ് റേപ്പ് ചെയ്ത ആളാണ് എന്നാണ് നിയമം പറയുന്നത്. എന്നുവെച്ചാൽ 18 വയസ്സിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഈസ് എ റേപ്പ്. ഓക്കെ സർ. അപ്പോൾ പലപ്പോഴും ഈ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള കേസുകളും മറ്റും റിപ്പോർട്ട് ചെയ്യുമ്പം ഈ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരു രഹസ്യ സ്വഭാവം അല്ലെങ്കിൽ ഒരു സ്വകാര്യത, അത് പലപ്പോഴും അതിനെ പറ്റിയുള്ള ആശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉരുത്തിരിഞ്ഞ് വരാറുണ്ട്. അപ്പം മാധ്യമങ്ങൾക്ക് നിഷ്കർഷിച്ചിട്ടുള്ള എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന തരത്തിലുള്ള ആശയങ്ങൾ ഉണ്ടോ സർ? മാധ്യമങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് തന്നെ പോക്സോ ക്ലാസ് എടുക്കുന്നത്. ഞാൻ തന്നെ പലയിടത്തും ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി ഒരു കാരണവശാലും വെളിയിലാവാൻ പാടില്ല. വിക്ടിം മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. മീൻസ് അച്ഛനെ ശിക്ഷിച്ചു, അച്ഛൻ്റെ പേര് പോലും കൊടുക്കാൻ പറ്റില്ല. കാരണം അച്ഛൻ്റെ പേര് കൊടുത്താൽ കുട്ടിയുടെ ഐഡൻറ്റിറ്റി റിവീലാവും. ശരി,
മറ്റേ മാമനെ ശിക്ഷിച്ചു, മാമൻ്റെ പേര് കൊടുക്കാൻ പാടില്ല. രണ്ടാനച്ഛനെ ശിക്ഷിച്ചു. അപ്പം കുട്ടിയുടെ ഐഡൻറ്റിറ്റി പുറത്തു വരുന്ന യാതൊരു വാർത്തകളും കൊടുക്കാൻ പാടില്ല. കാരണം കുട്ടി നാളെ നാട്ടുകാർ പറയാം ഈ കുട്ടി മറ്റേ കൊച്ചല്ലേ എന്ന് പറയും. അതുകൊണ്ട് കുട്ടിയെ കോൺഫിഡൻ്റായി ഇവിടെ ജഡ്ജ്മെൻറ്റിൽ കുട്ടിയുടെ പേര് പറയില്ല. അച്ഛൻ പ്രതിയാണെങ്കിൽ അച്ഛൻ്റെ പേരും ജഡ്ജ്മെൻറ്റ് ഒരു സ്റ്റാർ മാർക്ക് ഇട്ടിടേ ഉള്ളൂ, പേര് വരും പറയില്ല. കാരണം അത്രത്തോളം കോൺഫിഡൻഷ്യലായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. മാത്രമല്ല ഈ വിക്ടിമിൻ്റെയും FIR മറ്റ് കാര്യങ്ങളൊന്നും മറ്റേപോലെ ഓപ്പണല്ല, ക്ലോസ്ഡാണ്. എല്ലാവർക്കും കൂടെ ഓൺലൈനും കാണാൻ പറ്റില്ല. അത്രത്തോളം കോൺഫിഡൻറ്റാലിറ്റി ഈ പ്രൊസീജിയറിലും തന്നെ ഉണ്ട്. ഓക്കെ സർ. പിന്നെ മാത്രമല്ല ഇത് പുറത്ത് പറഞ്ഞ് ഇതിൻ്റെ ഐഡൻറ്റിറ്റി വെളിയിൽ പറഞ്ഞാൽ അതും ക്രൈമാണ്. പത്രങ്ങൾക്കെതിരെയൊക്കെ ഒരുപാട് കേസ് എടുത്തിട്ടുണ്ട്. വെളിയിൽ പറയാൻ പാടില്ല. ആ വെളിയിൽ പറഞ്ഞാൽ അതും ക്രൈം തന്നെയാണ്. അവർക്കെതിരെയും കുറ്റക്കാരായിട്ടാണ് ഈ പോക്സോ ആക്ടിൽ അതും പറയുന്നത്. അപ്പോൾ പൊതുവെ ഇത്തരത്തിലുള്ള പോക്സോ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളുണ്ട്. അവരനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൻ്റെ വ്യാപ്തി ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അപ്പം അവരുടെ ആ ഒരു ട്രോമയിൽ നിന്നും അവരെ ഹീൽ ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെ തരത്തിൽ നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും? സേവനങ്ങൾ എന്തൊക്കെയായിരിക്കും സർ നമുക്കായി ഒരുക്കുന്നത്? അതിൽ അപർണ പറയേണ്ട കാര്യം അതിപ്പോൾ നമുക്ക് നിയമപരമായി ചെയ്യുന്ന കാര്യങ്ങളല്ല. അതിപ്പം ഒരു കൗൺസിലിംഗ് മാത്രമേ അതിന് പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ ആ ഒരു അന്തരീക്ഷം എന്ന് വെച്ചാൽ ദാറ്റ് ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് മറന്നു പോകുന്ന ഒരു അന്തരീക്ഷത്തിൽ കുട്ടി പറയണം. ഇപ്പോൾ ഇന്ന് തന്നെ എൻ്റെ രാവിലെ ഒരു ഓഫീസിൽ കൊച്ചു വന്നപ്പോൾ മുതലോ കരച്ചിൽ മാറുന്നില്ല. പിന്നെ അന്ന് കേസ് മാറ്റേണ്ട ഒരു സ്ഥിതി വന്നു. കാരണം വെച്ചാൽ ഞാൻ പറയും ചിലരൊക്കെ അത് വളരെ ഇപ്പം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ആയെങ്കിലും ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് ആ മുറിവ് മായുന്നില്ല. ആ മുറിവ് മായ്ക്കാൻ വേണ്ടി വീട്ടുകാർ 100% ശ്രദ്ധിക്കണം. വീട്ടുകാർ പിന്നെ അത്യാവശ്യം കൗൺസിലിംഗ് സെൻറ്ററിൽ കൊടുക്കണം. പിന്നെ കൗൺസിലിംഗ് സെൻറ്ററിൽ പോകുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കറക്റ്റായിട്ട് കൗൺസിലിംഗ് കൊടുക്കുന്നുവെന്നും കൂടെ വെരിഫൈ ചെയ്യണം. കാരണം ഇപ്പോൾ ചിലപ്പോൾ മറ്റേ സർക്കാരല്ലാത്ത കൗൺസിലിംഗ് സെൻറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരൊരു കച്ചവട സ്ഥാപനമായിട്ട് മാറ്റുകയാണ്. അപ്പോൾ ആ കൗൺസിലിംഗ് കറക്റ്റാണോ എന്ന കാര്യം കൂടെ അത് വീട്ടുകാർ ശ്രദ്ധിച്ചാൽ മാത്രമേ പറ്റൂ. അതൊരു ഓതറൈസ്ഡ് ആയിട്ടുള്ള കൗൺസിലിംഗ് സെൻറ്റേഴ്സിൽ കൊടുക്കുക. ഒന്നും വേണ്ട, വീട്ടുകാർ കൃത്യമായിട്ട് ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് കുട്ടിയെ ഒരു നല്ലൊരു സമാധാനപരമായിട്ടുള്ളതും ഒരു കെയർഫുള്ളായിട്ടുള്ളതും ഒരു അന്തരീക്ഷത്തിൽ കുട്ടിയെ കൊണ്ടുപോവുകയാണെങ്കിൽ കുട്ടി വളരെ ലൈഫിലോട്ട് തിരിച്ചു വരും. പക്ഷേ കുട്ടി എന്നാലും നിനക്കതിന് ചെയ്തു ചില നമ്മുടെ നാട്ടിൻപുറത്ത് എന്നാലും നിനക്കിത് സംഭവിച്ചല്ലോടി. ഇപ്പോൾ നമ്മൾ ഡെയിലി കാണുന്ന കാര്യമാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു കുട്ടിക്ക് ഒരു അബദ്ധം പറ്റുകയും മൈൻഡറായിട്ടുള്ള കുട്ടി കാമുനൊപ്പം പോയി ഒരിക്കൽ, പക്ഷേ വീണ്ടും പറയൂ എന്നാലും നീ ഇത് ചെയ്തല്ലോടി എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അത് അങ്ങനെ ഒരിക്കലും പറഞ്ഞ് ഞാനിപ്പോൾ ഒരു കേസ് തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ട്. കാരണം വെച്ചാൽ ഒരു അമ്മയുടെ ജോലി നീ എന്നെ പരാജയപ്പെടുത്തി കളഞ്ഞു, അതുകൊണ്ട് ഒരിക്കലും നീ നന്നാവില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ കുട്ടി വന്ന് പറയണേ ഇത് രാവിലെ ഈ മറ്റേ രാവിലെ പാരായണം പറയുന്ന പോലെ ദിവസവും അമ്മയുടെ ജോലി ഇതാണ്. പക്ഷേ അമ്മ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വിക്ടിമിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ എന്നത് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടിയിൽ നിന്ന് അമ്മമാരെയാലും ശരി അച്ഛന്മാരെയാലും ശരി അവരെല്ലാം കൾപ്രിറ്റിൻ്റെ ലെവലിൽ തന്നെ നിയമം കാണുകയാണ്. അതുകൊണ്ട് കുട്ടിയുടെ അന്തരീക്ഷം ഭാവിയിലുള്ള അന്തരീക്ഷം വളരെ സേഫായിരിക്കണം. അത് വീട്ടുകാർ ഏതായാലും ശരി ആരായാലും ശരി സേഫായിരിക്കുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. അത് കൃത്യമായി ചെയ്യുന്നുണ്ട് സർക്കാർ. ഓക്കെ സാർ. അപ്പോൾ സാറ് നേരത്തെ സൂചിപ്പിക്കേണ്ടായി ഒരു കുട്ടി ഒരു അനുഭവം പറയേണ്ട ഗുഡ് ടച്ച് ചെയ്താണ് ബാഡ് ടച്ച് ചെയ്താണ് എന്നൊക്കെ പറ്റിയുള്ള ഒരു അനുഭവം. അപ്പം സാർ അത്തരത്തിൽ നമ്മൾ കുട്ടികൾക്കായിട്ട് പകർന്നു നൽകേണ്ട ഒരുപാട് അവബോധമുണ്ട്. ഇപ്പം നമുക്ക് സാമൂഹ്യ പാഠത്തിലായാലും പല അധ്യായങ്ങളിലൂടെ ഈ പോക്സോ എന്ന് പറയുന്ന ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ പകർന്നു നൽകിയിട്ടുണ്ട്. സ്കൂളുകളിലും അതുപോലെയുള്ള എല്ലാ സാമൂഹ്യപരമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്ന ഇടങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ആശയങ്ങൾ അവബോധ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. എന്തൊക്കെയാണ് സാർ അത്തരത്തിലുള്ള ഒരു അവബോധ പ്രവർത്തനങ്ങൾ? എന്തൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പകർന്നു നൽകാൻ പറ്റുന്ന അറിവുകൾ അവ ഏതൊക്കെയാണ്? അറിവുകൾ ഒന്ന് പ്രധാനപ്പെട്ട അറിവുകൾ നമ്മുടെ ദേഹത്ത് തൊടാൻ അധികാരമുള്ളത് ആർക്കാണ്? അത് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ദേഹത്ത് എല്ലാവർക്കും തൊടാൻ അധികാരമൊന്നുമില്ല. ഒരു ടച്ചാവും, ഒരു ഇതാവും. ഇപ്പോഴത്തെ പുതിയ പിള്ളേർ ഹഗ് ചെയ്യുന്നു, അത് വലിയ കുഴപ്പമാണോ എന്ന കാര്യം നമ്മൾ ഹഗ്ഗിൽ ഉണ്ടാകുന്ന ടച്ച് എന്താണ്? നമ്മൾ കൈ തരുമ്പോൾ നമ്മുടെ പുറത്ത് ടാപ്പ് ചെയ്യുന്നു, ഒരു ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ തൊടാൻ ആർക്കും അധികാരമില്ല. ഡോക്ടേഴ്സിന് അധികാരമുണ്ട്, ചിലപ്പോൾ വീട്ടുകാർക്ക് അമ്മയ്ക്കോ എന്തെങ്കിലുമൊക്കെ വിഷയം വന്ന് അവിടെ എന്തെങ്കിലും മുറിവ് വന്നോ നോക്കാതെ, അല്ലാതെ വെളിയിലൊരു സ്ട്രേഞ്ചറെ കൊണ്ട് എക്സെപ്റ്റ് അൺഓതറൈസ്ഡ് പേഴ്സൺ, ഡോക്ടർക്കാവാം മറ്റുള്ളവർക്കാവാം ചികിത്സയുടെ ഭാഗം, അല്ലാതെ വേറൊരാൾ നമ്മുടെ ദേഹത്ത് തൊടേണ്ട കാര്യമില്ല. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ വി ഹാവ് ടു മോണിറ്റർ വെദർ ദിസ് എ ബാഡ് ടച്ച് ഓർ എ ഗുഡ് ടച്ച്.
അത് ബാഡ് ടച്ച് ആണെങ്കിൽ പോലും അയാളുമായിട്ട് ഞാൻ നേരത്തെ കൊച്ചുകുട്ടികളാണ് പറഞ്ഞത്, ഒരു കൈ അകലത്തിൽ നിങ്ങൾ നിൽക്കുക, ഒരാരുമായിട്ടായാലും ഒരു കൈ അകലത്തിൽ നിൽക്കുക. അത് നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഒരു 1 ഹാൻഡ് അകലത്തിൽ ഒരാരുമായിട്ട് നിൽക്കുക, തൊട്ടടുത്ത് നിന്ന് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നാൽ അപ്പോൾ തന്നെ ഒരു കൈ അകലം സ്വീകരിക്കുക, മാറി നിന്ന് സംസാരിക്കുക. പിന്നെ നമുക്ക് ഒരാളെക്കുറിച്ച് സംശയം തോന്നിയാൽ പിന്നെ ആ ഏരിയയിൽ പോകാതിരിക്കുക. അയാൾ വിരട്ടിയാൽ, ഭീഷണിപ്പെടുത്തി അയാൾ വല്ലതും ചെയ്യാൻ നോക്കി ഉടനെ വീട്ടുകാരോട് പറയുക. വീട്ടുകാർ പറഞ്ഞിട്ട് അത് കേട്ടില്ലെങ്കിൽ അധ്യാപകരോട് പറയുക. അധ്യാപകർ പറഞ്ഞിട്ട് കേട്ടില്ല നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ചൈൽഡ് ലൈൻ നമ്പറുണ്ട്, അതൊക്കെ ഈസിലി അവൈലബിൾ ആണ്. ചൈൽഡ് ലൈൻ നമ്പർ വിളിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറയുക. അല്ലാതെ പേടിക്കാതിരിക്കുക. പേടിച്ച് നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്ന് നമ്മുടെ ട്രോമ കൂട്ടാതിരിക്കുക. അതൊരു പ്രധാനപ്പെട്ട ഒരു കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴികളിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാവണമെങ്കിൽ നമ്മളത് അപ്പോഴൊന്ന് നിരീക്ഷണം അത്യാവശ്യം തന്നെ. നമുക്കറിയാമല്ലോ, ഈ ചിലരൊക്കെ പറയുന്ന പോലെ ഒരു പെർവേർട്ടഡ് ആയിട്ടുള്ള ഒരു അവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാവരും പറയും ഹാർഡ് കോർ ക്രിമിനൽസ് ഉണ്ടെന്ന്. ക്രിമിനൽസ് ഒന്നും ഈ ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസിൽ വളരെ കുറവാണ്. പക്ഷേ ഈ പെർവേർഷൻസ് ഉള്ളവരാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ആരാണോ നമ്മൾ കുട്ടികൾ തന്നെ അവർ തന്നെ അതിനെ നിരീക്ഷണം നടത്തി കണ്ടുപിടിച്ച് അവരിൽ നിന്ന് മാറി നിൽക്കുക. മാറി നിന്നിട്ട് സമ്മതിച്ചില്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ സർ. അപ്പോൾ നമുക്ക് സാമൂഹ്യ പാഠത്തിൽ ചെറിയൊരു ഇടവേളയിലേക്ക് കടക്കാം. സാമൂഹ്യ പാഠത്തിൽ ഇനി ചെറിയൊരു ഇടവേള. ശബരിമല വിശേഷങ്ങൾ. രാജ്യത്തെ മഹാതീർത്ഥാടന കേന്ദ്രമായ ശബരിമല ക്ഷേത്രത്തിലെ ദർശന വിശേഷങ്ങൾ തിരുവനന്തപുരം ദൂരദർശനിൽ 2025 ജനുവരി 14 മകരവിളക്ക് ദിനം വരെ വൈകുന്നേരം 6:55. പുനഃസംപ്രേഷണം അടുത്ത ദിവസം രാവിലെ 7:25. മറക്കാതെ കാണുക. ശബരിമല തീർത്ഥാടന പുണ്യം ഏറ്റുവാങ്ങുക. ശബരിമല വിശേഷങ്ങൾ ദൂരദർശനിൽ. സാമൂഹ്യ പാഠത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരാവർത്തി കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പോക്സോ നിയമം. അതിഥിയായി നമ്മോടൊപ്പമുള്ളത് അഡ്വക്കേറ്റ് വിജയമോഹൻ RS. അപ്പോൾ സാർ, നമ്മളിപ്പം ഒരുപാട് ആശയങ്ങളെപ്പറ്റി സംസാരിക്കേണ്ടായി. പക്ഷേ നമ്മളവിടെ സൂചിപ്പിച്ച ഒന്നാണ് ഈ ഒരു സൈബർ സെക്ഷൽ ആക്ട്സ്, പിന്നെ അതേപോലെ തന്നെ അല്ലാതെയുള്ള ലൈംഗിക ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ. അല്ലാതെ ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ടച്ച്, ഇപ്പം സാർ നേരത്തെ സൂചിപ്പിച്ചു ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നുള്ളത്, അതിൽ നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില സംസാര ശൈലികൾ, പ്രയോഗങ്ങൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെതിരെയൊക്കെ, അതായത് ലൈംഗിക ചുവയോടെയുള്ള ഒരു സംസാര ശൈലികളും മറ്റും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെതിരെയും നമുക്ക് പരാതി നൽകാൻ സാധിക്കുമോ? പിന്നെ എന്താ ഞാൻ പറഞ്ഞല്ലോ, സെക്ഷുവലായിട്ടുള്ള എല്ലാ അബ്യൂസും, ഇപ്പം അബ്യൂസീവ് വേർഡ്സ്, സെക്ഷുവലി അബ്യൂസീവ് ആയിട്ട് വേർഡ്സ് ഉണ്ടല്ലോ. അയാളുടെ ഒരു ശരീരത്തിനെ കുറിച്ചുള്ള സെക്ഷുവലി ആയിട്ട് വർണ്ണന നടത്തുക. പിന്നെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞാൻ പിന്നെ മൈനേഴ്സിൻ്റെ കാര്യമാണ്, പോക്സോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ എവിടെയെങ്കിലും ഓൺലൈൻ പ്രകാരം ഇന്ന ഇത് ചെയ്യുന്നു. അത് പൊതുവേ അബ്യൂസീവാണ്. ഇതിനകത്തും പോണോഗ്രാഫിക് പിക്ചേഴ്സ് ഇടുക, ഒരാളെങ്കിലും ഒരു കൊച്ചുകുട്ടിയുടെ എടുത്തിട്ട് ഇതാണെന്ന് പറയുക, ഇതെല്ലാം കംസ് അണ്ടർ ദിസ് ആക്ട്. കാരണം ഇപ്പോൾ ചൈൽഡ് പോണോഗ്രാഫിക്കെതിരെ ആയിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോക്സോ ആക്ട് വന്നതിന് ശേഷമാണ് നിയന്ത്രണം വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ചൈൽഡ് പോണോഗ്രാഫി കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് പോലീസിന് വിവരം കിട്ടും, അപ്പോൾ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് ഒരു വലിയ ഒരു നിയമത്തിൽ വന്ന മാറ്റവും നമ്മുടെ IT വന്ന ഒരു വലിയ മാറ്റം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചൈൽഡ് പോർണോഗ്രാഫി എടുത്ത് ഫോണിൽ കണ്ടാൽ അപ്പോൾ തന്നെ പോലീസിന് വിവരം അറിയും, അപ്പോൾ തന്നെ പോലീസ് ഒന്ന് പിടിക്കുകയും ചെയ്യും. അപ്പോൾ IT-യിലൂടെയും സൈബർ ക്രൈംസാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഓൺലൈനിൽ ഇടുക. അങ്ങനെയുള്ള ഈ കുട്ടികളുടെ സെക്ഷുവൽ പാർട്സ് എവിടെ നിന്നെങ്കിലും, ഇപ്പോൾ ഒരു അധ്യാപകനുണ്ടായിരുന്നു, അധ്യാപകൻ്റെ ജോലി എന്ന് വെച്ചാൽ മോളിൽ കയറി നിന്നിട്ട് കുട്ടിയുടെ സെക്ഷുവൽ പാർട്സ് കാണുന്ന ഫോട്ടോസ് എടുത്തിട്ട് സൂക്ഷിച്ചു വയ്ക്കുക, എന്നിട്ട് അത് പലർക്ക് കൈമാറ്റം ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമ്മളൊരു മാത്രമല്ല അധ്യാപകൻ്റെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ളൂ. പിന്നെ ഇതുപോലെ ഈ സൈബറായിട്ടുള്ള ഈ കാര്യങ്ങൾ, ഇത്തരം സെക്ഷുവൽ വീഡിയോസും ഇതൊക്കെ എടുത്തിട്ട് ഈ മറ്റുള്ളവർക്ക് പാസ് ചെയ്യുക, പിന്നെ അത് വൈറലാക്കിക്കൊണ്ട് അതൊക്കെ അത് വളരെ വലിയ ക്രൈം തന്നെയാണ്. ആ ക്രൈമിനെതിരെയായിട്ടുള്ള എല്ലാവിധ ഒരു IT രംഗത്തുള്ള നടക്കുന്ന ക്രൈംസിന് വേണ്ടി പ്രത്യേകം വിഭാഗം തന്നെയുണ്ട്. കുട്ടികൾക്കുള്ള സെക്ഷൽ ക്രൈംസ്, സൈബർ ക്രൈംസിനെ കണ്ടുപിടിക്കുന്നതിനും അതിന് വേണ്ട നടപടികളെടുക്കുന്നതിനും വലിയൊരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. മാത്രമല്ല ചിലപ്പോഴൊക്കെ ഇവർ പറയാം, കൊച്ചുകുട്ടികളുടെ പടം എടുത്തിട്ട് പ്രോസ്റ്റിറ്റ്യൂട്ട് ആക്ടിവിറ്റീസ് ആണെന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളുടെ ഫേക്ക് പടങ്ങളൊക്കെ എടുക്കുന്നത്, അതിനൊക്കെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യുകയാണ്. പോലീസ് നല്ല നടപടികൾ അതിൽ തന്നെ എടുക്കുന്നുണ്ട്.
യെസ്. ഓക്കെ സർ, അപ്പോൾ ഒരു ചോദ്യം കൂടി, അവസാന ചോദ്യം, കാരണം Yes, നമുക്ക് പറയൂ. ഇന്നായി അനുവദിച്ചിരിക്കുന്ന സമയം ഇത് അവസാനിക്കുകയാണ്. പക്ഷേ ഒരു അവസാന ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കെതിരെ, അതേപോലെ തന്നെ പ്രത്യേക പരിഗണന നൽകുന്ന ജനവിഭാഗത്തിൽപ്പെട്ട കുട്ടികളായാലും അല്ലെങ്കിൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള പരിഗണന ഈ ഒരു നിയമത്തിൽ അനുശാസിക്കുന്നുണ്ടോ? ഉണ്ട്. ഇതിനകത്ത് പറയുന്നുണ്ട് കുട്ടികൾ ഈ വയ്യാത്ത വൾണറബിൾ വീക്ക്നെസ്സിനെ കുറിച്ചും അല്ല അവരെ മെൻ്റലി ഇൽനെസ് ഉള്ളവരെ കുറിച്ചും എല്ലാം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതിന് അവർക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എക്സ്പേർട്ട് വേണം. പിന്നെ അതിനകത്ത് വേറെ അവരുടെ പറയാത്തൊരു ചോദ്യം, ഒരു കുറ്റവാളി, ഒരു പോക്സോ ക്രൈം ചെയ്ത ഒരു കുറ്റവാളി പുറത്തിറങ്ങി വീണ്ടും ആ ക്രൈം ആവർത്തിച്ചാൽ അതിൽ ഇരട്ടി ശിക്ഷയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് മാത്രമല്ല, ഇത് പ്രേരിപ്പിക്കുന്ന സ്വഭാവമാണ് ചിലർക്കും, അബറ്റ്മെൻറ്റ്. ഇപ്പോൾ ഈ കുട്ടിയെ ഒന്നും മിണ്ടാതിരുന്നിട്ട് കുട്ടിയെ കൊണ്ട് പ്രേരിപ്പിച്ച് കൊണ്ടുപോകാൻ നമുക്ക് അവിടത്ത് പോകാനൊക്കെ പറഞ്ഞു പറ്റുന്നു, അതും കടുത്ത ശിക്ഷ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ അബറ്റ്മെൻറ്റ് കൂടെ തന്നെ കുട്ടികളെ മറ്റേ സെക്ഷുവൽ ആക്ടിവിറ്റീസിന് പറഞ്ഞയക്കുക, അതും അബറ്റ്മെൻറ്റിൻ്റെ കുറ്റത്തിലും അതും കടുത്തൊരു ക്രൈമായിട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ജെൻഡർ ന്യൂട്രലാണ് ആക്ട്. അത് പ്രകാരം അവർക്കെതിരെയുള്ള സെക്ഷുവൽ അബ്യൂസ് എന്ത് വന്നാലും ശരി പോക്സോ ആക്ടിൽ നിലനിൽക്കുന്നതാണ്. പക്ഷേ കുട്ടികളെ അടിക്കുകയോ പിന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും വല്ല, ഓൺലി സെക്ഷുവൽ അബ്യൂസ് മാത്രമാണ് ഈ ആക്ടിൽ വരുന്നത്. ആ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എല്ലാ ആക്റ്റിൽ പറയുന്നുണ്ട്, അതിനുള്ള എല്ലാ പ്രൊസീജിയറും ആക്റ്റിൽ പറയുന്നുണ്ട്. ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആക്റ്റാണ്, പ്രൊസീജിയറും എല്ലാം ഈ ആക്ട് തന്നെയാണ്. മാത്രമല്ല ഇതൊരു പ്രിസംഷനുള്ള ആക്ടാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടി പറയുന്നത് സത്യമായിരിക്കും, ആ സത്യമായിരിക്കും അത് കണക്കിലെടുത്തുകൊണ്ട് ഒരു കേസ്, ഇപ്പോൾ സാധാരണ മറ്റ് കേസുകളെ സംബന്ധിച്ചുള്ള എന്താണ്, ഒരു കേസ് കുറ്റപത്രം ഫയൽ ചെയ്താൽ മാത്രം പോരാ, പ്രോസിക്യൂഷൻ കോടതിയിൽ സ്ഥാപിച്ചെടുക്കണം ഇത് കുറ്റവാളിയാണെന്ന്. പക്ഷേ ഇത് ആക്റ്റിൽ അങ്ങനെയല്ല. കുറ്റപത്രം ഫയൽ ചെയ്യുമ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് അക്യൂസ്ഡ് ഒരു ഒഫൻഡർ ആണെന്നാണ്. അത് ഇതിലും നർക്കോട്ടിക്സ് ആക്റ്റിലും മാത്രമല്ല, അതാണ് പ്രിസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ വളരെ ലിബറലായിട്ടാണ് കോടതി ഇത് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് എത്രത്തോളം അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ നമുക്കറിയാം സെക്ഷുവൽ അബ്യൂസ് നടന്നു, മീൻസ് പ്രൈവറ്റ് പാർട്സിൽ പിടിച്ചു. ആ പ്രൈവറ്റ് പാർട്സിൽ ആരെങ്കിലും കയറി പിടിച്ച് അബ്യൂസ് ചെയ്താൽ ചിലപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് കാണില്ല, മെഡിക്കൽ റിപ്പോർട്ടോ മറ്റു കാര്യങ്ങളൊന്നും കാണില്ല. പക്ഷേ മെഡിക്കൽ റിപ്പോർട്ട് കാണില്ല, മെഡിക്കൽ റിപ്പോർട്ട് കാണുന്ന ഒരു ഒറിജിനൽ ഫാക്റ്റ് ശരിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞുള്ള പ്രിസംഷൻ എന്നൊരു സാധനം ഇതിനകത്ത് ഈ ആക്റ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. യെസ്, പറഞ്ഞോ. ഓക്കെ സർ, അപ്പോൾ ഇന്ന് നമുക്കായിട്ട് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പോക്സോ നിയമം എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തെയും കുട്ടികളുടെ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ പോക്സോ നിയമത്തിൻ്റെ പ്രസക്തി ഇന്ന് ഏറിക്കൊണ്ടേയിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കരുതലോടെ ചേർത്ത് പിടിക്കുന്ന ഒരിടമായിരിക്കണം നമ്മുടെ രാജ്യം. അതോടൊപ്പം അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സ്നേഹവും പരിചരണവും നൽകേണ്ടത് കാലത്തിൻ്റെ ഒരു അനിവാര്യതയാണെന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശിശു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതായിരിക്കണം നമ്മുടെ ഏറ്റവും മുൻഗണന എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏത് തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ചൂഷണങ്ങൾ നേരിടുകയാണെങ്കിൽ പോക്സോ നിയമത്തിൻ്റെ കീഴിൽ 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും കൃത്യമായിട്ടുള്ള നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്നതാണ്. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മളെ അലട്ടുന്നില്ല. ഏറ്റവും അടുത്ത ഒരു കുടുംബാംഗവുമായിട്ട് ചെന്ന് പരാതികൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതാണ്. നമ്മുടെ നിയമ സംവിധാനം നമുക്കായിട്ട് ഒരുക്കുന്ന ആ ഒരു കരുതൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ ഈ ഒരു വിഷയത്തെ അപഗ്രഥിച്ച് സംസാരിച്ചത് അഡ്വക്കേറ്റ് വിജയമോഹൻ സാറാണ്. സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു. ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വൈവിധ്യപൂർണ്ണമായ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.